തന്റെ വാക്കുകൾ ചോദിച്ച മാധ്യമപ്രവർത്തകൻ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നുവെന്ന് വി.എസ്. അച്യുതാനന്ദൻ. സ്വാശ്രയ സമരത്തെക്കുറിച്ചല്ല താൻ പറഞ്ഞതെന്നും ബാങ്കുകളിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നത് തെറ്റെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും വി.എസ്. പറഞ്ഞു. തന്നെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും വി.എസ്. കൂട്ടിച്ചേർത്തു. സജേഷ് ചേരുന്നു. സജേഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, രാവിലെ വി.എസ്. അച്യുതാനന്ദൻ സ്വാശ്രയ സമരത്തെ പിന്തുണച്ചു എന്ന നിലയിൽ വാർത്തകൾ രാവിലെ മുതൽ വരുന്നുണ്ട്. അക്കാര്യത്തിലാണ് വി.എസ്. ഇപ്പോൾ ഒരു വിശദീകരണം തന്നിട്ടുള്ളത്. തൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. SBTI SBI ലയനം ത്തിനെതിരെയുള്ള സമരം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പുറത്തോട്ട് വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ സമരത്തെക്കുറിച്ച് ആരാഞ്ഞത്. SBTI SBI ലയനത്തെ കുറിച്ചാണ് പ്രതികരിച്ചത്. ആ സമരത്തെക്കുറിച്ചാണ് പ്രതികരിച്ചത്. ആ സമരം ന്യായമാണെന്നും അടിയന്തരമായി ഒത്തുതീർക്കണമെന്നുമാണ് ഉദ്ദേശിച്ചത്. എന്നാൽ സ്വാശ്രയ സമരത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം പിന്നീടുണ്ടായി. അത്തരത്തിൽ ആ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയായിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാരും ഞാനും രണ്ട് തട്ടിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നു. ഇത് സർക്കാരിനെയും എന്നെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ്. അത്തരം കാര്യങ്ങൾ കേൾക്കുന്നവർ കേട്ട ഉടനെ തന്നെ കാള പെറ്റെന്ന് കേട്ടപ്പോഴേ കയറെടുത്തതുപോലെ പിന്നീട് ചാനലുകളിൽ ചർച്ച നടക്കുകയായിരുന്നുവെന്നും വി.എസ്. ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ വി.എസിൻ്റെ വാക്കുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ വി.എസ്. ഉദ്ദേശിച്ചത് സ്വാശ്രയ സമരത്തെക്കുറിച്ചല്ലെന്നും SBTI SBI ലയനത്തെക്കുറിച്ചാണെന്നും അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ആ രീതിയിലുള്ള സംശയങ്ങൾ നിലനിന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വി.എസിൻ്റെ ഓഫീസുമായി മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് വി.എസ്. ഉദ്ദേശിച്ച കാര്യം വളരെ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. ധന്യ, സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതി അംഗീകരിച്ച കരാർ റദ്ദാക്കൽ അസാധ്യമെന്ന ഫസൽ ഗഫൂർ. ഈ വിഷയം വി.എസിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. അഡ്മിഷൻ അവസാനിച്ചിരിക്കെ പ്രതിപക്ഷ നിലപാട് അപ്രായോഗികം. റീകൗൺസിലിംഗ് നടത്തണമെങ്കിൽ സുപ്രീം കോടതി അനുമതി വേണമെന്നും ഫസൽ ഗഫൂർ പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. നമ്മുടെ സുപ്രീം കോടതിയിൽ പോയിട്ട് കേരള ഗവൺമെന്റും മാനേജ്മെന്റുകളൊക്കെ കേസായിട്ട് പോയിട്ട് സുപ്രീം കോടതി അംഗീകരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. കുട്ടികളൊക്കെ ജോയിൻ ചെയ്ത് ക്ലാസ്സും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു റീകൗൺസിൽ കരാർ എങ്ങനെ റദ്ദാക്കും? കരാർ റദ്ദാക്കിയാൽ ഒരു കുട്ടി കേസിന് ഉപയോഗിച്ചാൽ മതി, ഇത് വീണ്ടും കുഴപ്പത്തിലാവും. അതുകൊണ്ട് കരാർ റദ്ദാക്കി വീണ്ടും റീകൗൺസിലിംഗ് നടത്തുക എന്ന് പറയുന്നതിൽ എനിക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല. ഈ വിഷയം പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടതാണ്. മറ്റുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ചർച്ചക്കും തയ്യാറാണ്. അതോടൊപ്പം തന്നെ ശ്രീ വി.എസും ഈ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങൾ പഠിക്കാതെയാണ് അദ്ദേഹം ചുമ്മാ ഒരു ഓഫ് ഹാൻഡ് ആയിട്ട് കാറിലോട്ട് പോണ സമയത്ത് ഒരു കമന്റ് അടിച്ചിട്ടുള്ളത്. ആ കമന്റിന് അത്ര വലിയൊരു പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നില്ല. സ്വാശ്രയ മെഡിക്കൽ കോളേജ് പ്രവേശന വിഷയത്തിൽ UDF MLA-മാർ നിയമസഭയിൽ നടത്തുന്ന നിരാഹാര സമരം 5ാം ദിവസവും തുടരുന്നു. 2 ലീഗ് MLA-മാരുടെ അനുഭാവ സമരം തുടരുകയാണ്. നിരാഹാര സമരം ചെയ്തിരുന്ന അനൂപ് ജേക്കബിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പകരം ആര് സമരം തുടരണമെന്നത് തിങ്കളാഴ്ച ചേരുന്ന UDF യോഗത്തിൽ തീരുമാനിക്കും. ചൊവ്വാഴ്ച മുതൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിച്ചേക്കും. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കേരള സംസ്ഥാന ലോട്ടറി ഓണം ബമ്പർ ഭാഗ്യവാനെ കണ്ടെത്തി. പാലക്കാട് നെന്മാറ സ്വദേശി ഗണേശനാണ് 8 കോടി ലഭ്യമായ ഭാഗ്യവാൻ. ലതീഷ് ചേരുന്നു. ലതീഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, തൃശൂർ ചേർപ്പ് വല്ലച്ചിറയിൽ 2 വീലർ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ഗണേശൻ ഉത്രാട ദിനം നാട്ടിലേക്ക് പാലക്കാട് നെന്മാറയിലെ വീട്ടിലേക്ക് വരും വഴിയാണ് ഈ ടിക്കറ്റ് എടുക്കാൻ ഇടയായത്. അദ്ദേഹം ടിക്കറ്റ് എടുത്ത് വീട്ടിൽ എത്തുകയും തിരിച്ച് ഓണം കഴിഞ്ഞ് തിരിച്ച് വർക്ക്ഷോപ്പിലേക്ക് തിരിച്ച് വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോകുകയുമായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് തിരിച്ച് വീട്ടിലെത്തി ടിക്കറ്റ് പരിശോധിക്കുന്നത്. ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ 1ാം സമ്മാനാർഹമായ ടിക്കറ്റ് താൻ എടുത്തതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ടിക്കറ്റ് നെന്മാറയിലെ SBT മാനേജറെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ടിക്കറ്റ് ഏൽപ്പിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ടിക്കറ്റിന് 1ാം സമ്മാനാർഹൻ താനാണെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി 1ാം സമ്മാനാർഹമായ ടിക്കറ്റ് കാണാത്തതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നിരുന്നു. കായംകുളത്ത് നിന്ന് വിശാൽ എന്ന് പറയുന്ന ഒരാൾ ഈ കുതിരാനിൽ വെച്ച് തന്നെ ഇദ്ദേഹം ലോട്ടറി എടുത്ത അതേ ഏജൻസിയുടെ ടിക്കറ്റ് എടുത്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും ടിക്കറ്റ് കത്തിപ്പോയതായും അത് ആ ടിക്കറ്റിനാണ് എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ
ആ ടിക്കറ്റിനല്ല, ടിക്കറ്റ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗണേശൻ എടുത്ത ടിക്കറ്റിനാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് 8 കോടിയുടെ ഭാഗ്യവാനെ ഒരാഴ്ചയ്ക്ക് ശേഷം കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തന്നെയാണ് ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുക്കുന്നവരെ മൂന്നാം മുറയ്ക്ക് വിധേയരാക്കുന്നു എന്ന പരാതിയിൽ കർശന നടപടിയെടുക്കാൻ DGP ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം. റേഞ്ച് IGമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കുമാണ് നിർദ്ദേശം നൽകിയത്. കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇതിന് വിരുദ്ധമായ സംഭവമുണ്ടായാൽ മേലുദ്യോഗസ്ഥരും ഉത്തരവാദികളാകുമെന്നും DGPയുടെ സർക്കുലർ മുന്നറിയിപ്പ് നൽകുന്നു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത തയ്യൽക്കാരന് മർദ്ദനമേറ്റ സാഹചര്യത്തിലാണ് സർക്കുലർ. മർദ്ദിച്ച 3 പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും DGP നിർദ്ദേശം നൽകി. ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെയും മണ്ണ് ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനത്തിനായി അവസാന നിമിഷം വരെ ശ്രമിക്കുമെന്ന് പാകിസ്ഥാന്റെ പേര് എടുത്തു പറയാതെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്ന നിലപാടുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. അതിർത്തിക്കിപ്പുറം നിന്ന് ആക്രമണം നടത്തി UN-ന്റെ സമാധാന ശ്രമങ്ങൾ ഇന്ത്യ ലംഘിക്കുന്നുവെന്നും അടിയന്തരമായി UN ഇടപെടണമെന്നും പാകിസ്ഥാൻ വീണ്ടും ആവശ്യപ്പെട്ടു. കശ്മീർ സന്ദർശിച്ച കരസേനാ മേധാവി നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു. ദില്ലിയിൽ പ്രവാസി സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ മണ്ണ് ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സമാധാനത്തിനായി അവസാന നിമിഷം വരെ ശ്രമിക്കുമെന്നും പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വീണ്ടും ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. ഇന്ത്യയുടെ പോരാട്ടം പാകിസ്ഥാനെതിരെയല്ല ഭീകരവാദത്തിന് നേരെയാണെന്ന് UN-ൽ ഇന്ത്യ ബോധിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഇന്ത്യ സമാധാന ശ്രമങ്ങൾ ലംഘിക്കുന്നുവെന്നാരോപിച്ച് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചത്. ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ UN മുമ്പാകെ ബോധിപ്പിച്ചത്. അതിർത്തിക്കപ്പുറം നിന്ന് ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തി സമാധാന ശ്രമങ്ങൾ ലംഘിക്കുകയാണെന്നും അതിനാൽ UN രക്ഷാസമിതി അടിയന്തരമായി ഇടപെടണമെന്നും പാകിസ്ഥാൻ വീണ്ടും ആവശ്യപ്പെട്ടു. നേരത്തെ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ഐക്യരാഷ്ട്രസഭയുടെ നിലപാട് ഇന്ത്യ തള്ളിയിരുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. ഇന്ത്യക്കെതിരെയുള്ള തിരിച്ചടിക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിന്മേൽ രാജ്യത്തെ സുപ്രധാന നഗരങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഗുജറാത്ത് മുതൽ ജമ്മു വരെയുള്ള അതിർത്തി മേഖലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഗ്രാമീണരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. കാശ്മീർ സന്ദർശിച്ച കരസേനാ മേധാവി ദൽബീർ സിംഗ് നിയന്ത്രണ രേഖയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകി. ഓരോ മണിക്കൂറും സ്ഥിതിഗതികൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ട് അതത് ഉദ്യോഗസ്ഥർ സേനാ മേധാവികൾക്ക് നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ കനകമലയിൽ 5 പേർ NIAയുടെ കസ്റ്റഡിയിൽ. ഇവർക്ക് IS ബന്ധമുള്ളതായി സൂചന. PV ജോഷ്ല ചേരുന്നു. ജോഷ്ല, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. NIA ഓഫീസർ അനുരാഗ് സംഘിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് കനകമലയിൽ എത്തിയത്. കനകമലയിൽ 8 അംഗ ഭീകരരടങ്ങുന്ന സംഘം ഇന്ന് എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഇവരെത്തിയത്. എന്നാൽ ഇവരിൽ 3 പേർ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 5 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. ലോക്കൽ പോലീസ് അടങ്ങുന്ന സംഘം അടക്കം കനകമലയിൽ എത്തിയിരുന്നു. കനകമല വളഞ്ഞാണ് ഇവരെ പിടികൂടിയത്. മാത്രമല്ല ഈ വിവരം അറിഞ്ഞ് കനകമലയിലേക്ക് നൂറുകണക്കിന് നാട്ടുകാരും എത്തിയിരുന്നു. ഇവർക്ക് ഈ പിടികൂടപ്പെട്ട 5 അംഗ സംഘത്തിന് IS ബന്ധമുണ്ട് എന്നാണ് സംശയിക്കുന്നത്. ഇവരെ എറണാകുളം NIA ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ധന്യ. PV ജോഷ്ലയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തകളിലേക്ക്. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ ആവർത്തിച്ചു നിലപാട് വ്യക്തമാക്കിയതോടെ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം. നിരാഹാര സമരം 4 ദിവസം പിന്നിട്ടിട്ടും തുടർച്ചയായി സഭാ നടപടികൾ സ്തംഭിപ്പിച്ചിട്ടും സർക്കാർ സ്വാശ്രയ കോളേജ് ഫീസ് കുറയ്ക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്കയ്ക്ക് കാരണം. ഇതിനിടെ സർക്കാരിനെതിരെയുള്ള സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ UDF യോഗം ചേരും. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് കുറയ്ക്കണമെന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതാക്കണമെന്നുമുള്ള നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. ഈ സമരവുമായി മുന്നോട്ടു പോയെങ്കിലും പോലീസുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ച് നേതാക്കൾക്ക് ഗുഡ് ബൈ പറയേണ്ടി വന്നു. തുടർന്ന് UDF യോഗം ചേർന്ന് MLA-മാരെ സമരമുഖത്തിറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 5 MLA-മാരിൽ കോൺഗ്രസിന്റെ 3 പേർ നിരാഹാര സമരവും ലീഗിന്റെ 2 പേർ അനുഭാവ സത്യാഗ്രഹവും തുടങ്ങി. സമരം 4 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനങ്ങുന്നതേയില്ല. കൂടാതെ സഭ തുടങ്ങിയ
അന്നു മുതൽ 5 ദിവസവും സ്വാശ്രയ വിഷയത്തിൽ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സഭ സ്തംഭിപ്പിച്ചിട്ടും വിഷയത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് പോലും കുറയ്ക്കുകയില്ലെന്ന മുഖ്യമന്ത്രി ഒടുവിൽ തീരുമാനമറിയിച്ചതോടെ പ്രതിപക്ഷത്തിന് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. കൂട്ടുസമരമിരിക്കുന്നവർ മാറുന്നുണ്ടെങ്കിലും നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടവർ കുടുങ്ങിയിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായാൽ പിന്നെ പകരം ആരെ ഇരുത്തുമെന്നതും തീരുമാനിച്ചിട്ടില്ല. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിന് ഇനി ഒരു തീരുമാനവും പ്രതിപക്ഷത്തിന് അനുകൂലമായി പ്രഖ്യാപിക്കാനില്ല എന്നതാണ് സമരത്തിൻ്റെ കാര്യത്തിൽ UDF നേതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാരണം. സമരം ചെയ്യുന്ന MLA-മാരെ കണ്ട ശേഷം സമരം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടിൽ ലീഗിന് എതിർപ്പുണ്ട്. മറ്റ് ഘടകകക്ഷികളും സമരത്തിൽ മുറുമുറുപ്പ് പ്രകടമാക്കുകയാണ്. സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ UDF ധർണ സംഘടിപ്പിച്ചു. തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച UDF യോഗം ചേരും. അതിനുശേഷം നിയമസഭയിൽ കക്ഷി നേതാക്കളുടെ യോഗവും. എന്നിരുന്നാലും സമരത്തിന് എവിടെ എങ്ങനെ വിരാമമിടുമെന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന പ്രതീക്ഷയോടെ UDF മുന്നോട്ടു പോകുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുട്ടനാട് കായലുകളിൽ വിഷം കലക്കിയ മത്സ്യബന്ധനം. വിദേശ മാർക്കറ്റിൽ ഏറ്റവും പ്രിയങ്കരമായ കോടികൾ വില വരുന്ന ആറ്റുകൊഞ്ചാണ് ഇത്തരത്തിൽ കടത്തുന്നത്. പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടും നടപടിയില്ലെന്ന പരാതി. കുട്ടനാടൻ പാടശേഖരങ്ങളിലും വേമ്പനാട്ട് കായലിലും മാരകമായ വിഷം കലക്കിയാണ് വിലയേറിയ ആറ്റുകൊഞ്ച് മോഷ്ടിക്കപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ പുറത്തുനിന്നെത്തുന്ന ഗുണ്ടാ സംഘങ്ങളാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത്. 1 കിലോയ്ക്ക് 900 രൂപ വരെ വില വരുന്ന ആറ്റുകൊഞ്ചാണ് വിഷം കലക്കി കടത്തുന്നത്. 1 ലക്ഷം രൂപയുടെ കൊഞ്ച് വരെ ഒരു ദിവസം ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇത് കുടിവെള്ളം ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൈപ്പും വേറെ ഒന്നുമില്ല, ഈ വെള്ളം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വെള്ളത്തിനകത്താണ് അവർ കൊണ്ട് കളിച്ചത്. മീനും അവർ പിടിച്ചുകൊണ്ട് പോയി വിഷവും കലക്കുക. കണ്ടു ഞാൻ ഓടി വന്നപ്പോൾ ഒരു വടിവാൾ എടുക്കാൻ പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി. വടിവാളെടുത്ത് വെട്ടി നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടുണ്ട്. അതുകൊണ്ടാണ് വിദേശ വിപണിയിൽ ഏറ്റവും പ്രിയങ്കരം വേമ്പനാട്ട് കായലിലെ ആറ്റുകൊഞ്ചാണ്. 1 കിലോയ്ക്ക് 2000-ലധികം രൂപയ്ക്കാണ് ഇത് വിൽപ്പന നടത്തുന്നത്. ഒരു മാസം 1,20,000 കിലോ ആറ്റുകൊഞ്ചാണ് കുട്ടനാടൻ മേഖലയിൽ നിന്നും മാത്രം കയറ്റുമതി ചെയ്യപ്പെടുന്നത്. കായലിൽ വിഷം കലക്കുന്നതോടെ ഈ ജലം ഉപയോഗിക്കുന്ന കുട്ടനാട്ടിലെ ജനങ്ങളും ആശങ്കയിലാണ്. വിഷം കലക്കിയാണ് ഞങ്ങൾ കൊഞ്ചു ഇവർ പിടിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പോളവാരിയായിരുന്നു. ഞങ്ങളുടെ ദേഹമെല്ലാം ഭയങ്കര ചോർച്ചിലൊക്കെ ആയിരുന്നു. ഈ വെള്ളം തന്നെയാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് കുടിക്കുന്നത്. രാത്രികാലങ്ങളിൽ മോഷണം നടത്താനെത്തുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. കോടികൾ വിലമതിക്കുന്ന കായൽ ചെമ്മീനാണ് ഇത്തരത്തിൽ മാരകമായിട്ടുള്ള വിഷം കലക്കി കയറ്റുമതി ചെയ്യുന്നത്. ഇത് തടയാൻ അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷജഹാൻ. വാർത്തകളിലേക്ക്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷനുമായി UDF സർക്കാർ ഒപ്പിട്ട കരാർ LDF സർക്കാരിന്റെ പ്രതിരോധത്തിലാഴ്ത്തിയതായി വിലയിരുത്തൽ. സ്വാശ്രയ മാനേജ്മെന്റുമായി മുൻ സർക്കാർ 2 തരത്തിലെ കരാറിൽ ഏർപ്പെട്ടത് അഴിമതി ലക്ഷ്യമിട്ടെന്ന് SFI ആരോപിച്ചു. ന്യൂനപക്ഷ പദവി ഉയർത്തിക്കാട്ടിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ക്രൈസ്തവ മാനേജ്മെന്റുമായി 3 വർഷത്തേക്കുള്ള പ്രത്യേക കരാർ ഉണ്ടാക്കിയത്. 2015-ലാണ് ഉമ്മൻചാണ്ടി സർക്കാർ കേരള ക്രിസ്ത്യൻ പ്രൊഫഷണൽ കോളേജ് മാനേജ്മെന്റ് ഫെഡറേഷനുമായി 3 വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടത്. ഫെഡറേഷന് കീഴിലുള്ള 4 കോളേജുകളാണ് ധാരണയിലുള്ളത്. അമല, ജൂബിലി മിഷൻ, മലങ്കര, പുഷ്പഗിരി എന്നീ മെഡിക്കൽ കോളേജുകളാണ് കരാർ പ്രകാരം 4.4 ലക്ഷം എന്ന ഏകീകൃത ഫീസും ഏർപ്പെടുത്തിയത്. ഈ കരാർ LDF സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തി. UDF സർക്കാർ സ്വാശ്രയ പ്രവേശനത്തിൽ 2 തരത്തിലെ കരാറിലേർപ്പെട്ടത് സാമൂഹ്യനീതിക്ക് തന്നെ എതിരാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. മെറിറ്റ് പോലും അട്ടിമറിച്ചുള്ള ഈ കരാർ വലിയ അഴിമതിക്കാണ് വഴിവെച്ചതെന്ന് SFI ആരോപിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ ക്രിസ്ത്യൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് 3 വർഷത്തേക്ക് ഒരു പ്രത്യേക കരാർ, അത് പ്രകാരം ഈ വർഷം ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. അവിടെ ഏകീകരിച്ച ഫീസ് വരുന്നു. 4.4 ലക്ഷം രൂപയ്ക്ക് മുഴുവൻ സീറ്റിലേക്കും അവർ പ്രവേശനം നടത്തുന്നു. അവിടെ 25,000 ഫീസിൽ പഠിക്കേണ്ട കുട്ടികൾക്ക് അതിൻ്റെ ആനുകൂല്യം ഇല്ലാതാകുന്നു. ഇത്തരത്തിൽ കരാർ ഒപ്പിട്ട് കൊടുത്തതിൽ അഴിമതിയുണ്ടോ എന്നുൾപ്പെടെ ഏറ്റവും ശക്തമായ അന്വേഷണം ഇപ്പോൾ നടത്തേണ്ടതായി വരികയാണ്. 4 കോളേജുകളിലായി 140 സീറ്റുകളാണുള്ളത്. ഇതിൽ 25,000 രൂപയ്ക്ക് പഠിക്കേണ്ട 20% സീറ്റുകളാണ് UDF സർക്കാരിന്റെ കരാർ കാരണം സർക്കാരിന് നഷ്ടമായത്. കരാറിലൂടെ ന്യൂനപക്ഷ പദവി പ്രത്യേക അവകാശമാക്കുക കൂടിയായിരുന്നു UDF സർക്കാർ. കരാർ 3 വർഷത്തേക്കായതുകൊണ്ട് തന്നെ 2018 വരെ ഇവരെ പുതിയ കരാറിലേക്ക് എത്തിക്കാനും LDF സർക്കാരിന് സാധിക്കില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാതെ സ്പോർട്സ് കൗൺസിൽ. നാലകത്ത് ബഷീറിനെതിരെയാണ് ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടും നടപടിയില്ലാത്തത്. നാലകത്ത് ബഷീർ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതടക്കം
ഒട്ടേറെ കണ്ടെത്തലുകളുള്ള അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അധികൃതർ മുക്കുകയായിരുന്നു. കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി നാലകത്ത് ബഷീറിനെതിരെ നിരവധി പരാതികൾ ഉയർന്നപ്പോഴാണ് സ്പോർട്സ് കൗൺസിൽ അന്വേഷണം നടത്തിയത്. അന്താരാഷ്ട്ര വോളിബോൾ താരം ജയസമ്മ മൂത്തേടന്റെയും വിവിധ ക്ലബ് ഭാരവാഹികൾ അടക്കമുള്ളവരുടെയും പരാതികളിലായിരുന്നു അന്വേഷണം. പരാതികളെല്ലാം ശരിവെക്കുന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ദേശീയ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടനത്തിൽ നാലകത്ത് ബഷീർ ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നതാണ് പ്രധാന കണ്ടെത്തൽ. മലപ്പുറം ജില്ലാ വോളിബോൾ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ബഷീർ ക്രമവിരുദ്ധമായി ഇടപെട്ടുവെന്നും സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവിൽ നിന്നും ചർച്ച പോലുമില്ലാതെ ജയസമ്മ മൂത്തേടനെ അകാരണമായി ഒഴിവാക്കിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സ്ത്രീകളോട് ബഷീർ സദാചാരവിരുദ്ധമായും മോശമായും പെരുമാറുന്നുവെന്ന ജയസമ്മ മൂത്തേടന്റെ മൊഴിയും റിപ്പോർട്ടിൽ ശരിവെക്കുന്നു. അസോസിയേഷൻ സെക്രട്ടറി എന്ന രീതിയിൽ ബഷീർ നടത്തുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംശയകരമാണെന്നും ഏകാംഗ പ്രവർത്തനമാണ് വോളിബോൾ അസോസിയേഷനിൽ നടക്കുന്നതെന്നും ഇത് ആശ്വാസകരമല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച സ്പോർട്സ് കൗൺസിൽ റിപ്പോർട്ടിന്മേൽ വോളിബോൾ അസോസിയേഷനോട് 2014 മെയ് 17 വിശദീകരണം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുവരെ അസോസിയേഷൻ വിശദീകരണം നൽകിയിട്ടില്ല. പിന്നീട് അധികൃതർ ഈ അന്വേഷണ റിപ്പോർട്ട് മുക്കുകയായിരുന്നു. മുൻമന്ത്രി നാലകത്ത് സൂപ്പിയുടെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ നാലകത്ത് ബഷീറിന്റെ തന്നെ സമ്മർദ്ദത്തെ തുടർന്നാണിതെന്ന് ആക്ഷേപമുണ്ട്. സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ ഭരണസമിതി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പരിസ്ഥിതി നിയമങ്ങൾ കുറ്റമറ്റതാക്കുമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. വനം വകുപ്പ് മന്ത്രി കെ രാജു അധ്യക്ഷനായിരുന്നു. മേയർ വി കെ പ്രശാന്ത്, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ BS കോശി തുടങ്ങിയവർ പങ്കെടുത്തു. സോഷ്യൽ ഫോറസ്റ്റ് എക്സ്റ്റൻഷൻ കോഴിക്കോട്, M ശിവശങ്കരൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, താമരശ്ശേരി റേഞ്ച്, കോഴിക്കോട്. കോടതികളിലെ മാധ്യമ വിലക്ക് ശരിയല്ലെന്ന AG സുധാകര പ്രസാദ്. കോടതികളിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കണമെന്നും AG കൊച്ചിയിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് AG നാളെ ചീഫ് ജസ്റ്റിസിനെ കാണും. മാധ്യമപ്രവർത്തകരെ തടയാൻ പാടില്ലെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ. പിന്നെ നടപടി ശരിയാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. തടയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാധ്യമപ്രവർത്തകർ ആർക്കും ഹൈക്കോടതി വരാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് ആരും തടസ്സം നിൽക്കാൻ പാടില്ല. അതേസമയം അഭിഭാഷകരുടേതായ ചില അഭിപ്രായങ്ങളുണ്ട്. അത് ചീഫ് ജസ്റ്റിസുമായി സംസാരിച്ച് പരിഹാരം ഉണ്ടാകും. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാത്തത് ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും അപമാനകരമെന്ന് മന്ത്രി AK ബാലൻ. രാജ്യത്ത് സങ്കീർണമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നു. പക്ഷേ മാധ്യമ അഭിഭാഷക തർക്കം ഇനിയും പരിഹരിക്കപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് ജനം അറിയണം. ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ട് പോലും പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് നിർഭാഗ്യകരമെന്നും AK ബാലൻ കൊച്ചിയിൽ പ്രതികരിച്ചു. അപ്പോൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മോക്കറിയാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. ഇനിയിപ്പോൾ ഗവർണർ കൂടി ഇടപെട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളിലുണ്ടാകുന്ന ജനാധിപത്യ വ്യവസ്ഥയോടും നീതിബോധത്തോടും ജനങ്ങൾക്കുണ്ടാകുന്ന സമീപനം എന്തായിരിക്കും? ഇതങ്ങനെ ഒരു പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണോ? ഇപ്പോൾ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ജുഡീഷ്യറി പരിഹരിക്കുന്ന, എക്സിക്യൂട്ടീവ് പരിഹരിക്കുന്ന പ്രശ്നം ഇതെന്തുകൊണ്ട് കഴിയുന്നില്ല? അത് ഈ പൊതുസമൂഹം അറിയണം എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത്. ഇത് നിർഭാഗ്യകരമാണ്.